സച്ചേട്ടാ, സച്ചേട്ടന് വഴുതനങ്ങ തീയൽ ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോറി. എനിക്കിഷ്ടമാണെന്ന് ആരാ തന്നോട് പറഞ്ഞത്? അത് അത് എനിക്ക് വഴുതനങ്ങ തീയൽ ഇഷ്ടം, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അല്ലാതെ ആരും പറഞ്ഞു തന്നൊന്നുമല്ല. ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടമാവെന്ന് കരുതാമോ? ഒരിക്കലും ഇല്ല. ആ ഇഷ്ടക്കേടിന്റെ ഉദാഹരണങ്ങളല്ലേ താനും ഞാനും. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും ഞാൻ കൊണ്ടു നടക്കാറില്ല സച്ചേട്ടാ. എന്നാ എനിക്കുണ്ട്. ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, സൗഹൃദങ്ങളിൽ, വാഹനങ്ങളിൽ, എന്തിനേറെ എന്റെ ജീവിതത്തിന്റെ ഓരോ അണുവിലും. ഞാനതൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. സോറി. സോറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനത് നിരസിക്കാതെ കഴിച്ചത് എനിക്ക് വേണ്ടി, ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന തനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടായി തോന്നിയിട്ടില്ല. ഇഷ്ടത്തോടെ ചെയ്യുന്നതൊന്നും കഷ്ടപ്പാടല്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രായശ്ചിത്തമായിരുന്നു. എന്തിന്? അതറിയില്ല, ഇടയ്ക്ക് അങ്ങനെ തോന്നും. നമുക്ക് വേണ്ടി ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കാണുമ്പോ നല്ലൊരു വാക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം. ആരെങ്കിലും അല്ലല്ലോ, അതിന് അർഹതയുള്ളവരല്ലേ. താൻ ജീവിതത്തിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. ചോദിച്ച ഒരു സത്യം പറയോ സച്ചേട്ടൻ? എന്താ എന്താ? വഴുതനങ്ങ തീയല വഴുതനങ്ങ തീയൽ അത്ര മോശമല്ല അല്ലേ? ചേച്ചി സുഖമായിട്ടിരിക്കാണോ? സങ്കടമൊന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഒരു കുറവുമില്ല അമ്മേ. അവിടുത്തെ അച്ഛനും അവന്തികേടത്തെയും സന്ദീപേട്ടനും എല്ലാരും ചേച്ചിയെ തറയിൽ വെക്കാതെയാ കൊണ്ടു നടക്കുന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ നിന്റെ അമ്മയ്ക്ക്. നിന്റെ അമ്മയുടെ ടെൻഷൻ കണ്ട അച്ഛനെ ഏതോ ദുർനടപ്പുകാരനെ കെട്ടിച്ചു കൊടുത്ത പോലെയാ. അവളിപ്പൊ ഇതൊക്കെ മറന്ന് സച്ചിയോടൊപ്പം സന്തോഷത്തോടെ കഴിയുമ്പോഴാ അമ്മയുടെ ഒരു കരച്ചില്. ചേച്ചിക്ക് സങ്കടം ഇല്ലാതില്ല. അതെന്താ? നമ്മളെയൊന്നും കാണാത്തതിലുള്ള സങ്കടം മാത്രം. അത് പിന്നെ കാണാതിരിക്കൂ. അതൊക്കെ പതുക്കെ മാറൂ. അച്ചുചേച്ചി വേണം അവിടെ ഇപ്പൊ എല്ലാ കാര്യത്തിനും. എല്ലായിടത്തും അച്ചുചേച്ചിയുടെ കണ്ണെത്തണം. നെല്ലിശ്ശേരി വീടിന്റെ സ്വന്തം ആളായി മാറി എന്റെ ചേച്ചി. ഇതിൽ കൂടുതല് എന്ത് സന്തോഷം നമുക്ക് വേണ്ടത്? സച്ചിയോ? ആ അതാ തമാശ. സച്ചേട്ടനും ഇപ്പോ അച്ചുചേച്ചിയിൽ അത് പറ്റില്ല. അച്ചുചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് മതി കക്ഷിക്ക്. ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് പോലും അച്ചുചേച്ചി പറയണം, അതേ ഇടും. ഓഫീസിലെ ഫയലുകള് അച്ചുചേച്ചി തന്നെ കയ്യിലെടുത്ത് കൊടുക്കണം. ആദരി പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവളീ പറയുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല അച്ചോട് ജീവിക്കുന്നത്. നീ എന്താ അനൂപ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാം. എനിക്കേ അറിയൂ. നീ എന്തൊക്കെയാ ഈ മോനെ വെച്ച് സംസാരിക്കുന്നേ? അനുപേട്ടൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് പറയുന്നതാ. നിനക്ക് അനിയത്തിലുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. മോനെ, ആനെ അടുത്തും ആളെ അകന്നും അറിയണം. അത് തന്നെ അച്ഛൻ ഞാനും പറയുന്നത്. അനുപേട്ടൻ വന്നേ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യരുടെ സമാധാനം കളയാതെ. വീടന്നെ
ഇപ്പൊ ഇതൊക്കെ തന്നെ കഴിക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും കഴിക്കാറുമില്ല. ചെറിയ ബിസിനസ്സും തുടങ്ങി വലിയൊരു സ്ഥാപനത്തിന്റെ MD ആയിട്ടുകൂടി സച്ചിയുടെ പെരുമാറ്റത്തിനും സ്വഭാവത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല. സാധാരണക്കാരന്റെ ജീവിതം അടുത്തറിഞ്ഞ് ജീവിക്കാനുള്ള മനസ്സും ഈശ്വരാനുഗ്രഹം തന്നെയാ. മനസ്സിലൊന്ന് വെച്ചിട്ട് ജീവിതത്തിലും മറ്റൊന്ന് പ്രവർത്തിച്ചാൽ അതിന് ഈശ്വരാനുഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? എടാ അനൂപ്, നീ എന്തൊക്കെയാടേ പറയുന്നത്? അങ്കിളെ, നമുക്കിന്ന് വൈകുന്നേരം പാർക്കിലോ ബീച്ചിലോ പോവാ. സച്ചേട്ടൻ വന്നാ കൊണ്ടുപോവാന്നാ അമ്മയും എന്റെയും പറഞ്ഞേ. ഏതമ്മയാ നിന്നോട് പറഞ്ഞേ? എന്റെ അമ്മ, അച്ഛന്റെ ഭാര്യ. ഞങ്ങൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തു. കൊറേ കാലമല്ലേ അനുപേട്ട നമ്മൾ ഒന്നിച്ച് പുറത്തു പോയിട്ട്. ഇപ്പോഴാണേ സച്ചേട്ടനും അച്ചച്ചേച്ചിയും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ എന്നും പുറത്തുപോയി വരുന്നവരല്ലേ? ഞങ്ങൾ എന്നും അടുക്കളയിലും വീട്ടിലും കഴിയുന്നവരാ. അവരിന്ന് വന്നതല്ലേ ഉള്ളൂ. ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അങ്കിളെ, സമ്മതിച്ചു എന്ന് പറ പ്ലീസ്. അങ്കിളെ, ഈ അച്ഛനാണെങ്കിൽ എവിടെയും കൊണ്ടുപോകില്ല. അച്ഛൻ എന്റെ ഒന്ന് അങ്കിളിനോട് പറ. ശരി, നമുക്ക് ഈവനിങ് പോവാം. താങ്ക് യു വെരി മച്ച് അങ്കിളെ. അപ്പോ രാത്രി ഭക്ഷണം നമുക്ക് പുറത്തുനിന്നാവല്ലേ അനുപേട്ട? ഇന്നെങ്കിലും അച്ഛമ്മന്റെ പയറും കഞ്ഞി നിന്ന് രക്ഷപ്പെടാലോ. എടീ, അമ്മേ അമ്മേ അമ്മേ, ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതിടണോ അതോ ഇതിടണോ? ഒന്ന് പോടി എവിടുന്ന്. മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അച്ഛാ, ഞാൻ ഈ പിങ്ക് ഡ്രസ് എടുത്തേ. അമ്മേനോട് ചോദിച്ചിട്ട് അമ്മ ഒന്നും പറയുന്നില്ല. മോളിതിട്ടോ. എന്തു പറ്റി നിനക്ക്? ഇതേ കൂടുതൽ എന്ത് പറ്റാനാ? അനുപേട്ടനൊന്ന് നോക്കിക്കേ. ഒന്ന് പുറത്തു പോകുമ്പോ ഇടാൻ മര്യാദയ്ക്കൊരു മാലയോ നെക്ലസോ വളയോ വല്ലതും ഉണ്ടോ എനിക്ക്? ഈ വീട്ടിലേക്ക് കയ്യും വീശിയൊന്നും അല്ലല്ലോ ഞാൻ കയറി വന്നത്. അല്ല, നീ റിസർവ് ബാങ്കിന്റെ താക്കോലും കൊണ്ടാ വന്നത്. എന്താ താക്കോല് കളഞ്ഞു പോയോ? ഇല്ല, നിങ്ങളുടെ പുന്നാര പെങ്ങളെ കെട്ടിച്ചു വിടാൻ എന്റെ റിസർവ് ബാങ്ക് എടുത്ത് പണയം വെച്ചു. അറിഞ്ഞില്ലായിരുന്നോ? ആ, അതെനിക്ക് പറ്റുന്ന കാലത്ത് തിരിച്ചെടുത്ത് തരും. അതെന്റെ വാക്കാ. എന്ത് വാക്ക്? നിങ്ങളുടെ വാക്കും പഴയ ചാക്കും ഒക്കെ കണക്കാ. ജപ്തി ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ കൊള്ളാം. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇന്ന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടാക്കിയത്? അതിനകത്തേക്ക് എന്നെ വലിച്ചിട്ടു. എനിക്ക് വരാൻ ഇഷ്ടമല്ലാന്ന് നിനക്കറിയാവുന്നല്ലേ? അങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് നാട് കാണാന്ന് കരുതി. അത് ഇത്ര വലിയ കുറ്റാണോ? നിങ്ങൾക്ക് സച്ചിയുടെ കൂടെ വന്ന എന്താ കുഴപ്പം? അതോ നാണക്കേടാണോ? അതേടി, നാണക്കേട് തന്നെയാ. എന്റെ അനുജത്തിയെ ചതിക്കുന്ന ഒരുത്തന്റെ കൂടെ ചിരിച്ച് കളിച്ച് ആടിപ്പാടി നടക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ അവള് നടക്കുന്നതോ? നിങ്ങളുടെ അച്ഛനും അമ്മയും നടക്കുന്നതോ? ആ കൂടെ അങ്ങ് നടന്നാ മതി. ഒന്നുമില്ലെങ്കിലും അളിയനൊരു കോടീശ്വരനാണല്ലോ, അല്ലാതെ കൊട്ടേഷൻ പണിക്ക് പോകുന്നവനല്ലല്ലോ. ഏതായാലും നീ എല്ലാരും കൊണ്ട് വേഷം കെട്ടിച്ചല്ലോ. അപ്പൊ നീയും ഉള്ളതൊക്കെ കൊണ്ടങ്ങ് വേഷം കെട്ടിക്കൂ. വേഷം കെട്ടാനാണല്ലോ എന്റെ വിധി. എന്റെ കയ്യിലുള്ളതൊക്കെ പണയം വെക്കാൻ പോയപ്പോ ഒരു നെക്ലസ് എങ്കിലും ബാക്കി വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് കെഞ്ചി പറഞ്ഞല്ലേ. അതിലേതെങ്കിലും ഒന്നും ഉണ്ടായാ മതിയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ അനുജത്തി അണിഞ്ഞൊരുങ്ങി വരുമല്ലോ, സർവാഭരണ വിഭൂഷിതയായി. അതിന് കുഴപ്പമൊന്നുമില്ല. അവൾക്കിതൊക്കെ അറിയാവുന്നല്ലേ. ആർക്കും വേണ്ടാത്ത കുറെ തുണികൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോ എന്തെങ്കിലും ഒരു സ്വർണ്ണ മാലയോ വളയോ കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ. വാച്ചു വാ വാ. സ്വയമേ
സച്ചേട്ടാ, സച്ചേട്ടന് നല്ലപോലെ ബോറടിക്കുന്നുണ്ടല്ലേ? കോഫി ആ മേശപ്പുറത്ത് വെച്ചേക്ക്. അല്ല, തണുത്തു പോവും. അത് സാരമില്ല. ഏയ് വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട സച്ചേട്ടാ. അവനവന്റെ ജോലി അവനവൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. അതൊന്നും സാരമില്ല. കോഫി തണുത്തു പോകുന്നതിന് മുമ്പേ സച്ചേട്ടൻ എന്റെ അടുത്ത് കുടിക്കാം. അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ എന്നെ താനൊന്ന് അനുവദിച്ചൂടെ? കുഴപ്പമില്ലെന്നേ. അർച്ചനെ, ഞാൻ സച്ചേട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. അർച്ചന, അച്ഛന് മരുന്ന് കൊടുത്തായിരുന്നോ? കൊടുത്തെടുത്തി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. ഇതുവരെ ആരും കഴിക്കാൻ വന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ വന്ന് കഴിച്ചോളും. ഓരോരുത്തർക്കും ഇവിടെ ഓരോ നേരമാ. കുട്ടികളെ തീറ്റുന്ന പോലെ പുറകെ നടക്കണം. അച്ഛന് കഴിക്കാനുള്ള നേരമായി വരുന്നേ ഉള്ളൂ. ഗുളിക കഴിച്ചതേ ഉള്ളൂ. ആ, അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാനും കഴിച്ചോളാം. അനഘയ്ക്ക് ചായ കൊടുത്തോ? ഇല്ല. ആ, അവക്കാണെങ്കിൽ പല നേരം പല മൂടാ. ചിലപ്പോ ഇവിടെ ഒന്ന് കുടിക്കും, അല്ലെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കണം. എന്നാലും 100 കുറ്റം പറയും. എന്തായാലും അർച്ചനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അത് കാര്യാക്കണ്ടേ എടുത്തി, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ആ അമ്പിളിയോട് മുറികളൊക്കെ ഒന്ന് വെടിപ്പാക്കിയിടാൻ പറയണം. അലമാരയും ജനലൊക്കെ പൊടി പിടിച്ച് കിടക്കുക. നീ ഒന്ന് കൂടെ നിന്ന് ചെയ്യിക്കണം. മടിച്ചിയാ. ഞാൻ ചെയ്തോളാം. അർച്ചനെ കൊണ്ട് ഈ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാ? എന്റെ ഭാര്യയായോ ഈ വീട്ടിലെ മരുമകളായോ ഞാൻ അംഗീകരിക്കാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ ജോലിയോടുകൂടി ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ രാവിലെ അച്ഛന് മരുന്നേരം വരുമ്പോ പറഞ്ഞില്ലല്ലോ കാലിന് വേദന. അന്നേരം ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ, മാറുമെന്ന് കരുതിയ മോളെ. എന്താണെങ്കിലും അച്ഛൻ പറയണം. ചെറുതായാലും വലുതായാലും ചെറുതിനാണല്ലോ അത് വലുതായി മാറുന്നത്. ആ കാലും കാണിച്ചേ. വേണ്ട മോളെ, ഞാൻ ഹോസ്പിറ്റലിൽ പൊയ്ക്കോളാം. ദാ ഈ കുഴമ്പിട്ട് നല്ലപോലെ ഒന്ന് തടവി ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഒപ്പിയെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. നീ ഇത് ചെയ്യണ്ട മോളെ. അതെന്താ? അല്ല മോളെ, നിനക്കിതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഞാനും ഒരു അച്ഛന്റെ മകളാ. ഞാൻ ഈ അച്ഛനെ വേർതിരിച്ച് കണ്ടിട്ടുമില്ല. മോളെ, അത് ഞാൻ മരുമകളായതുകൊണ്ടാണോ അച്ഛൻ വേണ്ടെന്ന് പറയുന്നത്? മകളായിരുന്നെങ്കിൽ പറയുമായിരുന്നു. നീ എന്റെ മകള് തന്നെയാ. എന്നാ പിന്നെ കാലൊന്ന് നീട്ടിയേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സച്ചിയുടെ അമ്മയും ഇതേ പ്രകൃതമായിരുന്നു. എന്തെങ്കിലും ഒന്ന് കേട്ടാ മതി, പിന്നെ കുഴമ്പായി, തൈലമായി, ഇതുപോലെ പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളമായി. അത് മാറുന്നവരെ പുറകെ നടക്കും. അതൊക്കെ ഓർത്താ നെഞ്ചു പൊടിയും മോളെ. അവളുള്ള കാലം വരെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. ഞങ്ങളൊക്കെ അച്ഛന്റെ ചുറ്റും തന്നെയില്ലേ, ഒന്നിനും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ശുശ്രൂഷയും പരിചരണവും അടുക്കള ജോലിയും എല്ലാം കൂടി അർച്ചനയുടെ ചുമല്ല. അത് അനുവദിച്ചുകൂടാ. എത്രയും വേഗം അവസാനിപ്പിക്കണം. അവിടെ ഇരുന്നാ പോരായിരുന്നു അച്ഛാ.
എത്ര നേരം ആ മുറി ചടഞ്ഞുകൂടിയിരിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് നടക്കണമെന്ന് മോള് തന്നെയല്ലേ പറയാറ്. തന്നെയല്ല, കുഴമ്പിട്ട് തിരുമ്മി ചൂട് പിടിച്ചപ്പോ നല്ല ആശ്വാസമുണ്ട്. പക്ഷേ അച്ഛന് വേദന ഇനിയും മാറിയില്ലെന്ന് തോന്നുന്നു. ശരീരത്തിന്റെ വേദനയേക്കാൾ എന്നെ അലട്ടുന്നത് മനസ്സിന്റെ വേദനയാ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണോ? അതേ മോളെ, ചില നിസ്സാര അസുഖങ്ങളോ വേദനയോ വന്നാൽ അപ്പ ടെൻഷനാവും. അവിടെയാ മോളെ നമുക്ക് കൈത്താങ്ങാകാൻ ഒരാളില്ലല്ലോ എന്ന തോന്നല് വരുന്നത്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ആന്റണി. അവൻ പറയും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ നഷ്ടപ്പെടരുതെന്ന്. അങ്ങനെ വന്നാൽ അവൻ പാപിയാണെന്ന്. അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ. അവള് മാലതി ഭയങ്കര പാവമായിരുന്നു മോളെ. എന്റെ മനസ്സൊന്നിടറിയാൽ അവളറിയും. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവളൊരാശ്വാസമായിരുന്നു. ഇന്ന് അവളുണ്ടായിരുന്നെങ്കിൽ നിന്നെ പൊന്നുപോലെ കൊണ്ടുനടന്നേനെ. അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ അച്ഛ. ആ സച്ചി, ഞാൻ നിന്റെ അമ്മയെക്കുറിച്ച് അർച്ചനയോട് പറയുമായിരുന്നു. മാലതി എങ്ങനെയായിരുന്നോ അതേ സ്വഭാവ അർച്ചനയ്ക്കും. അർച്ചന ഈ വീട്ടിലെ മകളായി എത്തിയതിൽ പിന്നെ ഈ വീട് ഉണർന്നു. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങളിലും അർച്ചനയുടെ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇങ്ങനൊരു പെങ്കൊച്ചിനെ നിന്റെ ഭാര്യയായി കിട്ടിയതിൽ നിനക്ക് അഭിമാനിക്കാൻ പോണേ. അതിനിവൾ എന്റെ ഭാര്യയല്ലല്ലോ. ഓരോന്ന് ആലോചിച്ചു പോകുന്ന മോളെ, ജീവിതത്തിന്റെ ഓരോ അവസ്ഥകൾ മാറുന്നതേ. അപ്പോ സംഗതി ഇത്തിരി സീരിയസ് ആണ്. അല്ല, പെട്ടെന്ന് എന്താവസ്ഥയാ മാറിയത്? ചില നഷ്ടങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് നികത്തപ്പെടില്ല എന്ന് തോന്നില്ലേ? പക്ഷെ അതിന് ബദലായി ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ ആരാ ഇപ്പൊ വന്നത്? അതും ഇത്രനാൾ ഇല്ലാതിരുന്നയാള്? അർച്ചന മോള് തന്നെ. അതൊരു പുതിയ കാര്യമാണോ? അവളല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് സച്ചിയുടെ ഭാര്യയായിട്ട് വരും. അച്ഛന്റെ രണ്ടാമത്തെ മരുമോളും ആവും. മരുമകള് വരുമായിരിക്കും, പക്ഷേ അതൊരു മകളാവില്ലല്ലോ. ഇപ്പോ ഒരു മകളെ കിട്ടിയ സന്തോഷത്തിലാ ഞാൻ. എത്ര പെട്ടെന്നാ അവളെ ഈ വീടിന്റെ സ്വഭാവം മനസ്സിലാക്കിയത്, കുടുംബാംഗങ്ങളെ മനസ്സിലാക്കിയത്. എല്ലാ കാര്യങ്ങളിലും കണ്ണും കാതും മനസ്സും എത്തി അവിടെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര മികവോടെയാ. മിടുക്കി അവള്. വളർത്തുഗുണം ആവോളമുള്ള കുട്ടിയവള്. കേട്ടോ മോളെ, ഇന്നെന്റെ കാലിനൊരു വേദന വന്നപ്പോ അവളുടെ ഒരു വെപ്രാളം കാണുമായിരുന്നു. മാലതിയുടെ ഒരു മറുജന്മം പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. മുമ്പൊക്കെ അവന്തികമുള്ള ഓഫീസിലേക്ക് പോകുമ്പോ എനിക്കൊരു ആധിയുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും എനിക്ക് സംഭവിച്ച അടുത്ത ആരുണ്ടെന്ന്. ഇപ്പൊ ആ ടെൻഷനേ ഇല്ല. അർച്ചനയുണ്ടല്ലോ. ആ മോള് പോയിട്ട് വാ. ആ പിന്നെ എത്രയും വേഗം വൈകുണ്ഠേശ്വര സ്വാമി ഒന്ന് കാണണം. സച്ചിയുടെ കല്യാണക്കാര്യം പറയാൻ കഴിഞ്ഞില്ല. അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങണം. ഇപ്പോ ഒരു മകളെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. വളർത്തുഗുണം ആവോളമുള്ള കുട്ടിയവള്, മിടുക്കിയവള്. നമുക്ക് എല്ലാവർക്കും കൂടി പോകാം ആശ്രമത്തിലേക്ക്. ഇന്നെന്താ ഏട്ടത്തിക്ക് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത പോലെ? അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നതാണല്ലോ. ഒരു തലവേദന, അതാ. ഈ കോഫി കുടിക്കുക, എത്ര വലിയ തലവേദനയും മാറും. കൊള്ളാം, താങ്ക്സ് അർച്ചന.
എന്റെ പൊന്നേട്ടത്തി, ഞാനൊരു കണക്കൊണ്ട് കുഴഞ്ഞിരിക്കോ. ഇതൊന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കോ? സ്നേഹ, ഞാൻ ആകെ ടയർഡാ. എത്ര നാളായി ഞാൻ നിന്നോട് ട്യൂഷന് പോകാൻ പറയുന്നു. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഹോം ട്യൂട്ടർ ഏർപ്പാടാക്കി തരാന്ന് പറഞ്ഞു. നീ ഇതിനൊന്നും തയ്യാറല്ല. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. അതിന് ഇവള് പഠിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ പോകുന്നത്. എല്ലാരും പോകുന്നു, അവളും പോകുന്നു, അത്ര തന്നെ. നിനക്കും ഇവക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാലോ. എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരണ്ട, ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചോളാം. പിന്നെ എന്തിനിങ്ങനെ ആൾക്കാരുടെ പുറകെ നടക്കുന്നേ? പഠിച്ചൂടെ? സ്നേഹി, ഇങ്ങ് തന്നെ, ഞാൻ നോക്കട്ടെ. ഇവിടെ MSc മാത്സുകാർക്ക് മനസ്സിലാവാത്ത കണക്കാ സ്കൂളിൽ പോവാത്ത ഏട്ടത്തി നോക്കുന്നത്. ആ ചോദ്യമെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് വായിക്കാൻ അറിയോ? ഭാവം കണ്ട ഇപ്പൊ തന്നെ നിനക്ക് പഠിപ്പിച്ചു തരുമെന്നാണല്ലോ. അർച്ചന, നീ പോയി നിന്റെ കാര്യം നോക്ക്. വെറുതെ സമയം കളയണ്ട. ഞാൻ ഉടനെ തന്നെ ഒരു ട്യൂട്ടറെ ഏർപ്പാടാക്കാം. സാരിലെടുത്തി എനിക്ക് പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. സ്നേഹം വന്നേ. എന്റെ ഏട്ടത്തി, ഏട്ടത്തെ കൊണ്ടൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് കടുകട്ടിയാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. 0.2 കാതോ? ആ, ഇത് 0.2 raised to 4 എക്സ്പോണൻഷ്യൽ അല്ലേ? 2.4 എന്ന് പറയുമ്പോ 2നെ 4 വട്ടം ഗുണിക്കണം. 16 ഭാഗം 10.4 എന്ന് പറയുമ്പോ 10 ഗുണം 10 ഗുണം 10 ഗുണം 10 10 ഗുണം 10 ഗുണം 10 2 ഭാഗം 10.4 ഗുണം 27 ഭാഗം 100. എന്നുവെച്ചാ 16. ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഏട്ടത്തി കൊള്ളാലോ. ദേ ഏട്ടത്തി നോക്കിയേ, അർച്ചനെടുത്തൊരു സംഭവം തന്നെ. എത്ര പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചത്. ഏട്ടത്തി, ട്യൂട്ടറിനുള്ള ഫീസേ അർച്ചനെടുത്തേക്ക് കൊടുത്താൽ മതി. നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചത്? ആതിരയും കണക്കാ പഠിക്കുന്നത്. വല്ലപ്പോഴും അവളുടെ കൂടെ ഞാനും ഇരിക്കാറുണ്ട്. ആഹാ, കണക്ക് എനിക്ക് അത്ര ഇഷ്ടാ. ഞാനിപ്പോ വന്നില്ലെങ്കിൽ കാണായിരുന്നു. സ്റ്റവ് പാല് കുടിച്ചാനെ. അല്ല, ഇത് ഏത് ലോകത്തായിരുന്നു ഏട്ടത്തി? അല്ല, ഞാൻ എന്തോ കിടന്നു ഉരുളണ്ട. 24 മണിക്കൂർ ആലോചിക്കാൻ സച്ചിയേട്ടൻ മാത്രമേ ഉള്ളൂ ഈ തലയ്ക്കകത്ത്. ഇങ്ങനൊരു കുഞ്ഞനിയനും അനിയത്തിയൊക്കെ ഉണ്ട്. ഞങ്ങളെ ഓർക്കാം. ആര് പറഞ്ഞു നിങ്ങളെയൊക്കെ ഓർക്കുന്നില്ലെന്ന്? ഇല്ലെന്നല്ല പറഞ്ഞത്. പിന്നെ ഏട്ടത്തിന്റെ സ്നേഹം ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഏട്ടത്തെ വെറുതെ ഒന്ന് ഇളക്കിയതല്ലേ. ഏട്ടത്തി ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, കിടുവാണ്. അപാര ടേസ്റ്റ്. നിന്റെ സോപ്പിംഗ് ഒന്നും വേണ്ടാട്ടോ. സത്യാണ് ഏട്ടത്തി. ഫുഡെന്ന് പറഞ്ഞ സ്നേഹം. സ്നേഹം കൂടുന്തോറും ടേസ്റ്റും കൂടും. അതുകൊണ്ടല്ലേ നമ്മുടെ സച്ചിയേട്ടൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഫുഡ് ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ സന്ദീപ്. അടുക്കള വന്നപ്പോ ഏട്ടത്തി ഉണ്ടായിരുന്നു. നിർത്തിയോ നീ? ഒരു ദിവസം കൂടി കഴിക്കുക. അയ്യോ വേണ്ടേ,
ഇനി ഈ സ്നേഹം കൂടിയാലേ തടി കൂടും. അനുപേട്ട, എനിക്ക് അനുപേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. വലിയൊരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വഴക്ക് കൂടിയിട്ടും കാര്യമില്ല. ദേ, ഏട്ടൻ അച്ചുവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നും അവളുടെ കാര്യത്തിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ഓരോരോ സമയത്ത് ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞ് ഈ വീട്ടിലുള്ളവരിലും ചെറിയ ചെറിയ സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അച്ചുവിന്റെ കാര്യത്തില്. അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറയാമെന്ന് പലതവണ ഞാൻ കരുതിയതാ. പക്ഷേ എന്ത് തുറന്നു പറയാന്ന്? കല്യാണത്തിന് മുൻപ് സച്ചി ഏതോ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു പറഞ്ഞതോ? എന്റെ അനുപേട്ട, ഈ പഴഞ്ചൻ ചിന്താഗതി വെച്ച് ബാക്കിയൊക്കെ ഊഹിച്ചുണ്ടാക്കി ഓരോന്ന് പറയുമ്പോ തന്നെ ഭർത്താവിനൊപ്പം സന്തോഷമായി തങ്ങളുടെ മകൾ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് കഴിയുന്ന അമ്മയും അച്ഛനും അതെങ്ങനെ സഹിക്കുന്ന അനുപേട്ടൻ ഓർത്തിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല മീരെ. ഇനി നീ പറയുന്ന പോലെ എന്റെ ധാരണ പിശകാണോന്നും അറിയില്ല. ദേ, ഏട്ടൻ പറയുന്ന പോലെ അങ്ങനെ ഒരു ധാരണ പിശകാണെങ്കിൽ അത് എത്രയും വേഗം മാറ്റണം. അതെങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് അനുപേട്ടൻ ജോലിക്ക് പോണ്ട, പകരം സച്ചിയെ കാണാൻ പോണം. സച്ചിയെ കാണാൻ? അതെ, മുൻധാരണകളൊന്നും ഇല്ലാതെ ഒരു സാധാരണ പോലെ ചെന്ന് സച്ചിയോട് സംസാരിക്കണം. ദേ, സച്ചിയുടെ അനുപേട്ടന്റെ സംസാരത്തിൽ നെല്ലും പതിരും തിരിച്ചറിയാൻ അനുപേട്ടന് സാധിക്കും, ഉറപ്പാ. പക്ഷേ ദേ, ഇനി ഇതിലൊരു പക്ഷയുടെ ആവശ്യമില്ല അനുപേട്ട. അതെ, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ. സച്ചിയെ കാണാൻ അനുപേട്ടൻ പോകും. വലിയൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറണമെന്ന എന്റെ ആഗ്രഹം ഈശ്വരൻ നടത്തിക്കൊടുത്തത് അച്ചുവിന. അവൾ അവിടെ സന്തോഷമായി കഴിഞ്ഞ അവളെ കൊണ്ട് പലതും നേടാനുണ്ട് ഈ മീരയ്ക്ക്.